പിന്നെ ഈ പറയുന്ന പോലെ ഒരു വൺ ഡേ ഫുൾ എല്ലാ ഫാമിലീസൊക്കെ വന്നിട്ട് ഒരു കലാപരിപാടിയും സ്പോർട്സും അതൊരു വെറൈറ്റി പരിപാടിയാണ്, ഇതുവരെ വന്നിട്ടില്ല. അതിന് പ്രത്യേകിച്ചൊന്നുമില്ല, വീട്ടിൽ പോയി നിലവിളിയാണ്. ഏകദേശം ആ അവസ്ഥയിലാണ് മൊത്തത്തിൽ എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിൽ ഏതൊരു സിനിമ സംഘടന ഇങ്ങനെ നടന്നിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് പറഞ്ഞ വളരെ വാസ്തവമാണ്. പക്ഷേ നമ്മൾ അടിപൊളി ഒരു പ്രോഗ്രാം ആയിരിക്കും. സഹദേവൻ വരുമോ? ഒരു ഡാൻസ് ഇങ്ങനെ അങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഒരു കുടുംബ സംഗമം ഒരുമിച്ച് കാണുക എന്ന് പറയുന്നത് അവർക്കൊരു കൗതുകമാണ്. നമുക്ക് മാത്രം കിട്ടിയൊരു ഭാഗ്യമാണത്. എത്രയോ വർഷമായിട്ട് ഇത് നമുക്ക് മുമ്പുണ്ടായിരുന്ന എത്രയോ ആൾക്കാർ ശ്രമിച്ച് നോക്കിയിട്ടുള്ളതാണ്. ഇല്ലാതെ പറഞ്ഞാൽ ആദ്യമായിട്ട് നടക്കുന്നവർ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇപ്പം നമുക്ക് ആർട്ടിസ്റ്റിനെ എല്ലാവരും കാണാൻ പറ്റും ഇപ്പം നമ്മുടെ അമ്മ മീറ്റിംഗ് വരുമ്പോൾ. പക്ഷേ ഫാമിലി ഒന്നും അങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഒരു വൺ ഡേ ഫുൾ എല്ലാ ഫാമിലീസൊക്കെ വന്നിട്ട് ഒരു കലാപരിപാടിയും സ്പോർട്സും അതൊരു വെറൈറ്റി പരിപാടിയാണ്, ഇതുവരെ വന്നിട്ടില്ല. വീട്ടിൽ നിന്ന് ആരൊക്കെ വരുന്നുണ്ട്? വീട്ടിൽ നിന്ന് ആക്ച്വലി ആൾ കൂടുതലാണ്, ഇവിടുന്ന് തന്ന നമ്പറേക്കാളും കൂടുതലുണ്ട് വരാൻ. അപ്പോൾ അത് മാനേജ് ചെയ്ത് വരണം. എൻ്റെ വൈഫ് ഉണ്ടാവും, അമ്മ, അനിയത്തി, ഇത്ര ഉണ്ടാകും. ഞങ്ങളൊക്കെ ഒരു റിയാലിറ്റി ഷോയിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അന്ന് റിയാലിറ്റി ഷോ ചെയ്യുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഹാൻസം ഹങ്കായിരുന്നു. ഇപ്പോഴും അതിന് കുറവൊന്നുമില്ല. അതാ പറഞ്ഞേ, ഞാൻ വെബ് CBI 2006-2007 സമയത്ത് കണ്ടതാണ്. അപ്പം ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, അത്രയും ലോങ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. വലിയ വ്യത്യാസം വന്നിട്ടില്ലെന്ന് തോന്നുന്നില്ല എല്ലാവർക്കും. അങ്ങനെ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഞങ്ങളിങ്ങനെ പ്രായമാവാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുപോലെ എന്തൊക്കെയാണ് പ്രോഗ്രാംസ് ഉള്ളത്? ഒരു ഡാൻസിൽ എനിക്കൊന്ന് കുറേ ഡാൻസ് കോർത്തിണക്കി ഒരു സീക്വൻസിൽ ഒരു പോർഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഫാഷൻ ഷോ ഉണ്ട്, പിന്നെ സ്പോർട്സ്, ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അതെ, ഇത്രയാണ് ഇപ്പോൾ ഇതുവരെ ഉള്ളത്. ഫാഷൻ ഷോ നമ്മൾ അമ്മ ആദ്യമായിട്ടാണ് കേട്ടോ നടത്തുന്നത്. അത് ഇതുവരെ അമ്മ ഷോയിൽ അങ്ങനെ ഒരു ഫാഷൻ ഷോ നടത്തിയിട്ടില്ല. അപ്പോൾ ആദ്യത്തെ ഒരു 20 കണ്ടസ്റ്റൻസ് ഉണ്ട്. അതിൽ 10 ബോയ്സ് 10 ഗേൾസാണ്. ആ 10 പേരിലൊരാളാണ്. ആദ്യത്തെയാണല്ലേ നമ്മുടെ? ഓക്കെ, അപ്പോൾ അതൊരു ഭാഗ്യമായി. ആദ്യമായിട്ട് അല്ലേ ഒരുപാട് ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, പിന്നെ സന്തോഷമുണ്ട്. നോക്കാം, ഇപ്പം ഒരുപാട് സ്ട്രെസ്സുള്ള സമയത്ത് ഇങ്ങനെയുള്ള പരിപാടികൾ വരുമ്പം ബന്ധങ്ങളെല്ലാവരുടെ ഒന്നുകൂടെ കുറച്ച് നന്നാവുന്ന എൻ്റെ വിശ്വാസം. അപ്പോൾ അതെ, അപ്പോൾ നല്ലൊരു ഇനീഷ്യേറ്റീവ് ആണ് നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എടുത്തേക്കുന്നത്. ഐ എം വെരി ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഒരുപാട് സന്തോഷം. എല്ലാവരും പ്രോഗ്രാംസ് കാണണം, നമ്മുടെ അമ്മ യൂട്യൂബ് ചാനൽ ഒഫീഷ്യലിൽ കാണണം കേട്ടോ. ഓക്കെ, എല്ലാവരും പ്രോഗ്രാം കാണണം, സപ്പോർട്ട് ചെയ്യണം, പ്രാർത്ഥന കൂടെ ഉണ്ടാവണം. താങ്ക് യു. ഞാൻ എപ്പോഴും ആലോചിക്കും ഇദ്ദേഹം എന്താണ് ദേഷ്യം പിടിക്കാത്തതെന്ന്. കാരണം ഇടയ്ക്കൊക്കെ എനിക്ക് കിളി പോയിട്ട് എനിക്ക് ടെമ്പർ തെറ്റും ഞാൻ. പക്ഷെ ഞാൻ ഒരു സെക്കൻഡ് പോലും ടെമ്പർ തെറ്റി ഇദ്ദേഹത്തെ കണ്ടിട്ടില്ല കേട്ടോ. അതിൻ്റെ കുട്ടൻസ് എന്താ? അതിന് പ്രത്യേകിച്ചൊന്നുമില്ല, വീട്ടിൽ പോയി നിലവിളിയാണ്. ഒറ്റയ്ക്ക് നിലവിളിക്കുക, ആർത്ത് വിളിക്കുക. മറ്റേ ദിലീപായുടെ ഒരു പടത്തിലുണ്ടല്ലോ, അതുപോലെ ഞാൻ എപ്പോഴും അതെ എനിക്ക് ശരിക്കും അങ്ങനെയുള്ള ഒരു പരിപാടിയുണ്ട്. വണ്ടിയിൽ ആലുമില്ലാതെ ഒറ്റത്തെ പോയിട്ട് നമ്മൾ എന്താ ഷൗട്ട് ചെയ്യേണ്ട എല്ലാം നമ്മൾ അതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഇദ്ദേഹം ലണ്ടനിൽ നിന്ന് വന്നിരിക്കുകയാണ്. നമ്മുടെ അസോസിയേഷൻ്റെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും സ്വന്തമായിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ എടുത്ത് ഇങ്ങോട്ടേക്ക് നാട്ടിൽ വന്ന് പരിപാടി ഗംഭീരമായിട്ട് നടത്തിയിട്ട് തിരിച്ചു പോകുന്ന ഒരാളാണ്. അപ്പോൾ ഇപ്രാവശ്യം അത് പതിവ് തെറ്റിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ വീട്ടിൽ ആരും ഇല്ല, അതുകൊണ്ടാണ് ഈ ബഹളം ഉണ്ടാക്കുന്നത്. ഇത്ര ആർത്ത് വിളിക്കുമ്പോൾ ആരും കേൾക്കുന്നില്ലല്ലോ. ആക്ച്വലി അമ്മ കുടുംബ സംഗമം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് ലോകത്തിൽ ഏതൊരു സിനിമ സംഘടന ഇങ്ങനെ നടന്നിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഫാമിലി മീറ്റ് എന്നുള്ളത് നമ്മൾ സീരിയസ് പോയിന്റിൽ നോക്കുകയാണെങ്കിലോ ഫൺ പോയിന്റിൽ നോക്കുകയാണെങ്കിലും, അപ്പോൾ അങ്ങനെ ഈ പ്രത്യേക ഒരു സാഹചര്യത്തിൽ നമ്മുടെ കുടുംബമാണ് സാക്രിഫൈസ് ചെയ്യുന്ന പല കാര്യങ്ങളിലും. ചിലപ്പോൾ അഭിനയിക്കാൻ പോകുമ്പോൾ മക്കളോ ഫാമിലി എല്ലാ മെമ്പേഴ്സും മിസ്സാവുന്നത് കുടുംബത്തിനാണ്. അപ്പോൾ ആ കുടുംബത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനൊരു വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കുക എന്നുള്ളത് ഒരു ഹിമാലയൻ ടാസ്ക് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ബാബുരാജ് ഭായ് എല്ലാവരും നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരും കൂടി ഇങ്ങനെ ഒരു കാര്യം പറയുമ്പം ആദ്യം മുന്നിലെത്തേണ്ടത് ആസ് എ ഹമ്പിൾ മെമ്പർ നമ്മുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ അതിൽ വന്നു. പക്ഷേ അവിടെ വരുമ്പോഴാണ് കണ്ടൻറ്റുകൾ ഇറ്റ്സ് എക്സോർബൻറ്റ് കണ്ടൻറ്റാണ് നമുക്കുള്ളത്. അതായത് ഒരു ഫാമിലി ഫൺ എന്ന് പറഞ്ഞാൽ ഫണ്ണ് മാത്രം അല്ല അതിലുള്ളത്. സ്പോർട്സ് ആണെങ്കിൽ ഫൺ സ്പോർട്സാണ്, അതുപോലെ ആർട്സ് ആണെങ്കിൽ ഫൺ ആർട്സാണ്, കല, അങ്ങനെ എല്ലാ രീതിയിലും നമ്മുടെ ഇനി പ്രത്യേകിച്ച് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ അമ്മയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ പ്രോഗ്രാമൊക്കെ
ഒക്കെ നമ്മുടെ ഒരു പാർട്ട്ണറും കൂടിയുണ്ട്, ഹൈദരാലിയുടെ ഒരു ചാനലുണ്ട്. ബട്ട് എങ്കിലും ഇതൊരു ഫസ്റ്റ് ടൈം ആയിട്ടുള്ള നമ്മുടെ ഒരു എക്സ്പെരിമെൻറ്റും കൂടിയാണ്. അത് വണ്ടർഫുൾ ആവുന്നുള്ള ഒരു സംശയമില്ല. ഇപ്പോൾ അൻസീബയ്ക്ക് 24/7 ആണ്. ഇപ്പം എന്താണ് ഒന്നാമത്തെ പ്രോഗ്രാം, എന്താ ലാസ്റ്റ് പ്രോഗ്രാം എന്ന് ഇപ്പോൾ പറയും. ഇതുപോലെ അൻസീബ, സരയു, അനന്യ, അതെ, ഒരുപാട് ഗൗരി, എല്ലാവരും നമ്മുടെ ജോമോളേച്ചി, എല്ലാവരും ജോമോളേച്ചി അല്ല ജോമോൾ ഫോമി ഒക്കെ എല്ലാവരും. ഇനി അതേപോലെ തന്നെ ബാബുരാജ്, ജയന് തുടങ്ങി താഴോട്ട് നോക്കുകയാണെങ്കിൽ ഷാജോണ്, പിന്നെ നമ്മുടെ ആരൊക്കെയാണ് എല്ലാവരും. അതെ, അല്ല മിസ്സായിട്ടുണ്ട് മെയിനായിട്ടുള്ള കുറേ പേരുകളെങ്കിൽ അത് യാദൃശ്യമായി സംഭവിച്ചാൽ ക്ഷമിക്കുക. ഒപ്പം നമ്മുടെ ഏറ്റവും വലിയ നെടുന്തൂണായ മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷേട്ടൻ, ഓരോ ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റും കാര്യങ്ങൾ അന്വേഷിക്കാൻ ഈ തിരക്കിനിടയിൽ അവരുണ്ടാകുമ്പോൾ നമുക്കിതിനപ്പുറം എന്ത് ഊർജ്ജമാണ് വേണ്ടത്? ഇനി നമ്മുടെ പ്രോഗ്രാമിലൂടെ കാണാൻ പോകുന്ന നിങ്ങൾക്ക് ഈ മഹാപൂരം തന്നെ നമുക്ക് പറയാം. ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു എൻ്റർടൈൻമെൻറ്റ്, ഇൻഫോർടൈൻമെൻറ്റ് തന്നെ ആയിരിക്കും. സോ ലെറ്റ്സ് എൻജോയ് ടുഗെദർ. നമുക്ക് കാണാം. റിഹേഴ്സൽ ക്യാമ്പിൽ നമുക്ക് ഏറ്റവും വേണ്ട ഒരു പരിപാടിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് രജിസ്ട്രേഷൻ, ലിസ്റ്റ് ഔട്ട്, പിന്നെന്താ ഷെഡ്യൂളിംഗ്. അപ്പം നമ്മുടെ ആങ്കറും പ്രശസ്ത അഭിനേത്രിയുമായ അൻസിബയ്ക്ക് എന്താ പറയാനുള്ളത് നോക്കാം. പറയാം. ഇപ്പൊ പുതിയ പനിയുടെ പേര് ഡിങ്ക ഡിങ്ക ആണല്ലോ ഇവിടെ, അതുപോലെ എല്ലാരും ഒരു ഡിങ്ക ഡിങ്ക മുകളിൽ നിൽക്കുകയാണെന്ന്. ഞാൻ ചോദിക്കുന്നതല്ല, നമ്മളിപ്പോൾ ഇത്രയും നടത്ത ഓട്ടത്തിൽ ഈ ഡിങ്ക ഡിങ്ക അവസ്ഥയാണെന്നാണ് അൻസിബ പറയുന്നത്. സത്യം പറയും, ഇങ്ങനെ വിറച്ച് തുള്ളുക, ഡാൻസ് കളിക്കുക, അങ്ങനെ അതിൻ്റെ പേരാണ് ഡിങ്ക ഡിങ്ക എന്ന് ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടപ്പോൾ ആരും പറഞ്ഞിട്ട് വിശ്വസിക്കണില്ല. ഏകദേശം ആ അവസ്ഥയിലാണ് മൊത്തത്തിൽ എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒറ്റ ദിവസം കൊണ്ട് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് നമുക്ക്. രാവിലെ സ്പോർട്സ് ഉണ്ട്, അത് ക്രിക്കറ്റ് ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്, വടംവലി ഉണ്ട്. ഇതിൻ്റെയൊക്കെ 3 മാച്ചസ് ആയിട്ടും ഉള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫൺ ഗെയിംസ് ഉണ്ട് ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ട്, കുക്കറി ഷോ ഉണ്ട്, അത് 5 ടീമായിട്ടാണുള്ളത്, 4 അംഗങ്ങളുള്ള 5 ടീം. അത് കഴിഞ്ഞാൽ പിന്നെ ഫാഷൻ ഷോ ഉണ്ട്, അതിലൊരു 20 പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്റ്റേജ് ഷോ ആണ്. ഡാൻസ്, പാട്ട്, സ്കിറ്റ്, മിമിക്രി, അതിലൊരു 90-95ഓളം പേര് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. സ്പോർട്സിലൊരു 145 പേര്. ഇപ്പോൾ ടോട്ടലി ഇത്രയും പേരെ വെച്ചിട്ട് രാവിലെ 9 മുതൽ രാത്രി 10 വരെ ആകുമ്പോഴത്തേക്ക് ഈ പരിപാടി തീർക്കാനുള്ള ഓട്ടപ്പാച്ചിലാണ് ഞങ്ങളെല്ലാവരും. അതെ, അത് പറഞ്ഞ വളരെ വാസ്തവമാണ്. പക്ഷേ നമ്മൾ അടിപൊളി ഒരു പ്രോഗ്രാം ആയിരിക്കും. ഈ പ്രോഗ്രാം കംപ്ലീറ്റ്ലി നമ്മുടെ അമ്മയുടെ യൂട്യൂബ് ചാനലും അതേപോലെ 1-2 ടോക്സിലും കൃത്യമായിട്ട് ലൈവ് ഉണ്ടാവും. സോ നിങ്ങളെല്ലാവരും കാണുക. ജനുവരി 4-ാം തീയതി അടിപൊളിയാക്കാം. താങ്ക് യു. സോ നമ്മളിപ്പോൾ അമ്മ കുടുംബസംഗമത്തിൻ്റെ റിഹേഴ്സൽ ക്യാമ്പിലാണ് ഉള്ളത്. ഷാജോനേട്ടാ, എന്താണ് പറയാനുള്ളത്? എന്ത് പറയാൻ, ഭയങ്കരമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മുടെ പരിപാടികൾ തുടങ്ങാനായിട്ട്. റിഹേഴ്സൽസ് ഇപ്പം ഇന്ന് തുടങ്ങി, നമ്മുടെ സ്കിറ്റും പരിപാടികളൊക്കെ പുറകെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ പൊളിക്കും. സ്വകാര്യമായിട്ടൊരു കാര്യം ചോദിച്ചോ. സഹദേവൻ വരുമോ? സഹദേവനല്ല, സഹദേവന്റെ പല വേർഷനിലുള്ള കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. പല ആൾക്കാർ ഇവിടെ അടുത്തുണ്ട്. അതെ, അതുകൊണ്ടാണ് ചോദിച്ചത്. അതായത് സഹദേവന്റെ പല വേർഷനിലുള്ള ആളുകൾ വരും, സ്റ്റേജിലാണ് കാണേണ്ടത്. അതാണ്. ഇപ്പൊ അതിന്റെ ക്ലൂസ് ഒന്നും തരില്ല നമ്മൾ. തരില്ല. ചേട്ടന്റെ ഡിസ്കോ ഡാൻസ് ഉണ്ടോ? ഒരു ഡാൻസ് ഇങ്ങനെ അങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. മലയാളികളുടെ മനസ്സിൽ ഡിസ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം രവീന്ദ്രൻ ചേട്ടന്റെ ആ ഒരു ഫേസ് ആണ് ഓർമ്മ വരിക. എൻ്റെ അമ്മോ, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ ഇപ്പോഴത് റീപ്ലേസ് ചെയ്യാൻ ഒരാൾ വന്നിട്ടില്ല അല്ലേ? ഒരു സംശയമില്ല. ഇളക്കി മറിച്ച ഒരു ഡിസ്കോ ഡാൻസറാണ് ഇത്. മലയാളം മാത്രമല്ല അല്ലേ, അങ്ങനെ പറയാം. ഏതായാലും അമ്മയുടെ കുടുംബസംഗമത്തിൽ ഞാനും ഒരു ചെറിയ മൂവ്മെൻ്റൊക്കെ ചെയ്യും. കാരണം അത് അത്യാവശ്യമാണ്. കാരണം ഇവന്മാരൊക്കെ പുലികളല്ലേ നിൽക്കണേ. ഇപ്പൊ പുലികൾ ഇതേ നിൽക്കണേ. എനിവേ, ഏതായാലും എല്ലാവരും അവരവരുടേതായ ജോലികൾ ചെയ്ത് എല്ലാ കാര്യങ്ങളിലും എല്ലാവരും പങ്കെടുത്തുകൊണ്ട് വന്നിട്ട് ഇത് അടിപൊളിയാക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഏതായാലും വളരെ സന്തോഷമുണ്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ വന്നിട്ട് ഒത്തുചേരലുണ്ടാവുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങളോടും വന്നിട്ട് സന്തോഷം പങ്കുവെക്കാനാണ് നമ്മളിവിടെ ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. അതെ, ഒന്നും പറയാനില്ലാത്ത ഒരു മാറ്റുരക്കാൻ പറ്റാത്ത ഒരു ഷോ ആയി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി നമ്മളൊക്കെ പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ച് കുടുംബസംഘമാണ്. അപ്പോൾ കുടുംബത്തിൻ്റെ മുന്നിലൊക്കെ നിൽക്കുമ്പോൾ ഭായിയൊക്കെ എങ്ങനെ ഒതുങ്ങി നിൽക്കും നമുക്ക് കാണാം ഈ ഷോയിലൂടെ.
അല്ലേ? നമ്മൾ തകർക്കും, പൊളിക്കും നമ്മൾ. അതും അമ്മയുടെ യൂട്യൂബ് ചാനലിലൂടെയാണ്. പ്ലസ് ഹൈദരാലിയുടെ 1-2 ടോക്സ് എന്ന് പറഞ്ഞൊരു ചാനലും കൂടിയുണ്ട്. സോ ഈ പ്രോഗ്രാം നിങ്ങൾ യൂട്യൂബിലൂടെ കാണുക, നിങ്ങൾക്ക് വേറെ എവിടെയും കാണാൻ പറ്റില്ല. അതിൻ്റെ ഒരു പൊലിമയും അതിൻ്റെ ഗ്ലോ എല്ലാം മാക്സിമം സ്പോർട്സോ ആർട്സോ എല്ലാത്തിലും ഉണ്ടാവും. സോ എൻജോയ് ദ പ്രോഗ്രാം, ഡോണ്ട് മിസ് ഇറ്റ്. അപ്പോൾ 1-2 ടോക്സിൽ നമ്മൾ സ്ട്രീം ചെയ്യുന്നുണ്ട്, അമ്മ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലും സ്ട്രീം ചെയ്യുന്നുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അജ്മി മൈജി മഹാറാണി. വിത്തൗട്ട് സ്പോൺസേഴ്സ് ദർ ഇസ് നോ പ്രോഗ്രാം. സോ അവരുടെ പേര് മസ്റ്റ് ആയിട്ടും. താങ്ക് യു. നമുക്ക് മാത്രം കിട്ടിയൊരു ഭാഗ്യമാണത്. എത്രയോ വർഷമായിട്ട് ഇത് നമുക്ക് മുമ്പുണ്ടായിരുന്ന എത്രയോ ആൾക്കാർ ശ്രമിച്ച് നോക്കിയിട്ടുള്ളതാണ്. പല കാരണങ്ങൾ കൊണ്ട് നടക്കാതെ പോയ ഒരു പരിപാടിയാണ് ഈ കുടുംബസംഗമം എന്ന് പറയുന്നത്. കുറച്ച് കാലങ്ങളായിട്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഈ ആശയം ഉണ്ടായിരുന്നു. ഇത്ര പെട്ടെന്ന് തന്നെ അത് സംഭവിക്കാൻ പോകുന്നു എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ത്രില്ഡാണ് എല്ലാവരും. കാരണം നമ്മുടെ ഒരു ജനറൽ ബോഡി എന്ന് പറയുന്നത് തന്നെ ഒരു ആഘോഷമാണ്. അതിൻ്റെ കൂടെ അവരുടെ എല്ലാവരുടെയും കുടുംബങ്ങളും വരുന്നു എന്ന് പറയുന്നതൊക്കെ മാത്രമല്ല, ഇഷ്ടംപോലെ ഗെയിംസും ഫൺ ഗെയിംസും ഒരുപാട് കാര്യങ്ങളും ഈ കുടുംബാംഗങ്ങളെയോട് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഷോസ് ചെയ്യുന്നതുകൊണ്ട് നല്ല ഉത്തരവാദിത്വമുണ്ട്. അത് പറഞ്ഞപ്പോഴേ ഈ ഫൺ ഗെയിംസിൻ്റെ ഉത്തരവാദിത്വം മൊത്തം ഇദ്ദേഹത്തിൻ്റെ തലയിലാണ് കേട്ടോ. ഫാമിലി മെമ്പേഴ്സിനുള്ള ഫൺ ഗെയിംസ് ആണ്. എങ്ങനെയാണ് ആ ഗെയിംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ല, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ പങ്കെടുക്കാൻ പറ്റുന്ന ഒരുപാട് ഗെയിംസ് ഉണ്ട്. ചില പണ്ട് നമ്മൾ കണ്ടിട്ടുള്ളതൊക്കെ ആയിരിക്കാം, ഇപ്പോൾ ഒരുപാട് പേര് കുറേ കാലമായിട്ട് ചെയ്യാത്ത കുറേ നല്ല നല്ല ഗെയിംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജോയ് എന്ന് പറയുന്ന ഒരു കക്ഷിയാണ് നമ്മളത് ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഗംഭീരമാവുമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. മലയാളത്തിലെ സകലകലാവല്ലഭന്മാർ 1-2 പേരൊക്കെ ഉള്ളൂ, അതിലൊരാളാണ് കേട്ടോ. ഹായ്, ഇതിലും വലിയ കോംപ്ലിമെന്റ് വേറെന്തുള്ളത്? ഡാൻസ് ചെയ്യുന്നു, പാട്ട് പാടുന്നു, എഴുതുന്നു, സംവിധാനം ചെയ്യുന്നു. കണ്ടിട്ടുണ്ടോ? പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ഏതായാലും നമ്മളുടെ ഇന്നത്തെ ഈ കുടുംബ സംഗമത്തിന് അതിനൊരു ഷോ ഡയറക്ടർ എന്നുള്ള നിലയിൽ പങ്കെടുക്കാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. കാരണം അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം മലയാള സിനിമ എന്ന് പറയുന്ന നമ്മളുടെ ഏറ്റവും ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിലെ ഏറ്റവും മികച്ച ആ ഒരു കൂട്ടായ്മയുടെ വിജയം തീർച്ചയായിട്ടും അതിൽ ഒരു ഭാഗമാകാൻ സാധിക്കുക, അതിനോടൊപ്പം പങ്കെടുക്കുക, അതിന് ഒരു സ്റ്റേജ് ഷോയുടെ ഡയറക്ടറായിട്ട് നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഒരു കലാകാരൻ എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ അഭിമാന നിമിഷങ്ങളാണ് തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കുടുംബസംഗമമാണ് മലയാള താരസംഘടനയായിട്ടുള്ള അമ്മയുടെ. അപ്പോൾ അതിൻ്റെ ഷോ ഡയറക്ടർ ആവുക എന്നുള്ളത് ഒരു ഹിസ്റ്ററി ആണല്ലോ അല്ലേ? അതെ തീർച്ചയായിട്ടും. കാരണം ഇപ്പം നമ്മുടെ അമ്മയുടെ ഷോസ് ഒരുപാട് നടന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പിന്നിൽ ഞാനും ഇപ്പോൾ രമേഷ് പിഷാരടി, ഞാൻ ടിനി ടോം, ഷാജോണ്, ഞങ്ങളുടെ മിമിക്രി സംഘടനയിലെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ സ്കിറ്റിൻ്റെയും പാട്ടിൻ്റെയൊക്കെ പുറകെ ഞങ്ങൾ ആയിരുന്നു ഇതുവരെയല്ല. കാരണം മുൻനിര സംവിധായകർ ഉണ്ടെങ്കിൽ പോലും ഇതിൻ്റെയൊക്കെ മറ്റുള്ള പിന്നിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കഴിഞ്ഞ ഇപ്പോൾ ഷോ തുടങ്ങിയ സമയം മുതൽ, അതായത് ഷോ 94 തുടങ്ങിയ അമ്മയുടെ ആദ്യത്തെ ഷോ തൊട്ട് ഞങ്ങളൊക്കെ പ്രത്യേകിച്ച് ഞാനൊക്കെ അതിനകത്ത് ഭാഗമായിരുന്നു. എല്ലാത്തിലും ഉണ്ടായിരുന്നു, എല്ലാ ഷോയുടെയും പിന്നിലുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു കുടുംബസംഗമം. അതായത് 31 വർഷം കൊണ്ടാണ് നമ്മളൊരു കുടുംബസംഗമം നടത്തുന്നത്. ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ എന്ന് തന്നെ പറയാം. ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഇപ്പോൾ എല്ലാവരുടെയും ബലം എന്ന് പറയുന്നത് കുടുംബമാണ്. അപ്പോൾ ആ കുടുംബം ഒത്തുകൂടുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്നത് പ്രേക്ഷകരെ പോലെ തന്നെ നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിലും കുറേ പേർക്ക്, എനിക്ക് തോന്നുന്നു ഒരു 90% ആളുകൾക്കും അവർ സാധാരണ പ്രേക്ഷകർ എങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ കാണുന്നു എന്ന് പറയുന്ന പോലെ അകന്നു നിന്നിട്ട് തന്നെയാണ് സിനിമ ഇൻഡസ്ട്രി കണ്ടിട്ടുള്ളൂ. അതിൽ മറ്റുള്ള താരങ്ങളെ കാണാനും, അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ ഇപ്പോൾ ഏത് നടനാണെങ്കിലും നടിയാണെങ്കിലും സ്വന്തം വീട്ടിലെ അല്ലാണ്ട് അടുത്ത ഇപ്പോൾ നമ്മളുടെ അവരുടെ കൂടെ പ്രവർത്തിച്ചവരൊക്കെ ഒരുമിച്ച് കാണുക എന്ന് പറയുന്നത് അവർക്കൊരു കൗതുകമാണ്. അത് ആ ഒരു കൂട്ടായ്മയും അത് ഒത്തൊരുമിച്ച് കൂടുമ്പോൾ അവർ ഒരുമിച്ച് പാടുന്നു, ഒരുമിച്ച് ആടുന്നു, ഒരുമിച്ച് ഓരോ ഗെയിംസ് ചെയ്യുന്നു. പിന്നെ അതിനേക്കാൾ ഉപരി ഒരു ഫാമിലി അറ്റാച്ച്മെൻറ്റ് വരുന്നു എല്ലാവരുമായിട്ട്. അപ്പോൾ അതൊരു വലിയ ഭാഗ്യമാണ്. ആ ഒരു കുടുംബ കൂട്ടായ്മ ഇനിയും ഒരുപാട് സംഗമം എല്ലാ വർഷവും സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു, എല്ലാവരെയും പോലെ. ഞങ്ങളെല്ലാവരും അതാണ് ആഗ്രഹിക്കുന്നത്. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് നമ്മൾ പറയും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിഷ്വൽസ് കംപ്ലീറ്റ് നിങ്ങൾക്ക് അമ്മ യൂട്യൂബ് ഒഫീഷ്യലിൽ കാണാം. അതുപോലെ 1-2 ടോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിലും കാണാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാ.